കൃത്യമായ വായ്പാ തിരിച്ചടവിലൂടെ സ്റ്റാർ ആയവരെ പരിചയപ്പെടാം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PM സ്വനിധി പദ്ധതിയെക്കുറിച്ചും. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം ലഭിച്ചതനുസരിച്ച് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനും പ്രധാനമന്ത്രിയെ നേരിൽ കാണാനുമുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം ജില്ലയിലെ മങ്കട സ്വദേശികളായ കദിയയും ഭിന്നശേഷിക്കാരനായ ഭർത്താവ് റഷീദും. ഒട്ടും നനച്ചിരിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ അതിഥിയായി പ്രധാനമന്ത്രിക്കൊപ്പം രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മധ്യവയസ് പിന്നിട്ട തീർത്തും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി സ്വനിധിയിൽ നിന്ന് വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കാണ് സംസ്ഥാനത്തു നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷം കാണാനും പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും അവസരമൊരുക്കുന്നത്. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം തെരുവ് കച്ചവടക്കാർക്ക് അനുവദിക്കുന്ന സൂക്ഷ്മ വായ്പയെടുത്ത് 3 തവണയും കൃത്യമായി തിരിച്ചടവ് നടത്തി ഉപജീവനം തേടുന്ന വനിതകൾക്കാണ് മുൻഗണന. PM സ്വനിധി വായ്പയിലൂടെ കദിയയും റഷീദും എങ്ങനെയാണ് വായ്പക്കാരിലെ താരമാകുന്നത് എന്ന് നോക്കാം. മഞ്ചേരി നഗരസഭ കുടുംബശ്രീ മുഖേനയാണ് കദിയയെ ശുപാർശ ചെയ്തത്. മഞ്ചേരി കോഴിക്കോട് റോഡിൽ ഉന്തുവണ്ടിയോടൊപ്പം ഷെഡ് കെട്ടി വർഷങ്ങളായി തട്ടുകട നടത്തി വരികയാണ് മങ്കട പള്ളിപ്പുറം സ്വദേശികളായ കദിയയും ഭിന്നശേഷിക്കാരനായ ഭർത്താവ് റഷീദും. ലോറി സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും വഴിയാത്രക്കാർക്കും രുചികരമായ ഭക്ഷണം വെച്ചു വിളമ്പി ഇവരും കടയും എല്ലാവർക്കും പ്രിയമായി. ചായ, കഞ്ഞി, നെയ്ച്ചോർ, ബീഫ്, കപ്പ എന്നിവയൊക്കെയാണ് ഇവിടെ എത്തുന്നവരുടെ ഇഷ്ടവിഭവങ്ങൾ. കുറഞ്ഞ വിലയാണ് ആകർഷണം. കാലത്ത് 4 മണിക്ക് വന്ന് ഭക്ഷണമൊരുക്കുന്ന കദിയ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. 2020 സ്വനിധിയിൽ നിന്ന് 10,000 രൂപ വായ്പയെടുത്തു. അത് അടച്ചു തീർന്നപ്പോൾ സ്വനിധിയുടെ തന്നെ 2ാം ഘട്ടമായ 20,000 രൂപയും കൂടി വാങ്ങി. ഇടക്കാലത്ത് കോവിഡ് എത്തിയപ്പോൾ തിരിച്ചടവ് പ്രതിസന്ധിയിലായെങ്കിലും വൈകാതെ വീട്ടി. 3ാമത്തെ ഘട്ടത്തിൽ 50,000 രൂപ വായ്പ അനുവദിച്ചു. ഇത് മുടങ്ങാതെ അടച്ചു വരികയാണ്. ഇതിനിടയിലാണ് കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന ഈ മാതൃകാ ദമ്പതികളെ തേടി ഒട്ടും പ്രതീക്ഷിക്കാതെ രാജ്യത്തിന്റെ അംഗീകാരം എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം. പ്രധാനമന്ത്രി സ്വനിധി വായ്പാ പദ്ധതി എന്താണെന്ന് പരിചയപ്പെടാം. വഴിയോര കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതിനും സമഗ്രമായ വികസനത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അഥവാ PM സ്വനിധി പദ്ധതി. ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ഈ പദ്ധതി. കൊറോണ കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സ്തംഭിച്ചു. പ്രത്യേകിച്ച് വഴിയോര കച്ചവടക്കാർക്ക് കോവിഡ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. വഴിയോര കച്ചവടക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ കച്ചവടം കുറയ്ക്കേണ്ടി വരികയോ ചെയ്തിരുന്നു. ലോക്ക്ഡൌൺ കാരണം അവരുടെ ബിസിനസ് തകർന്നു. തുടർന്നാണ് ഇത്തരക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി തുടങ്ങിയത്. ഈ പദ്ധതി പ്രകാരം തൊഴിൽ ആരംഭിക്കുന്ന ചെറുകിട വ്യാപാരികൾക്ക് സർക്കാർ യാതൊരു ഈടുമില്ലാതെ വായ്പ നൽകുന്നു. കോവിഡ് കാലത്ത് വലിയ നഷ്ടം നേരിട്ട വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 50 ലക്ഷത്തിലധികം വരുന്ന വഴിയോര കച്ചവടക്കാർക്കാണ് ഈ പദ്ധതി കൊണ്ട് ഗുണം ചെയ്യുക. ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ ഇവരുടെ വ്യാപാരം പുനരാരംഭിക്കാൻ സഹായിക്കുന്നതിന് 10,000 രൂപ വരെയുള്ള പ്രവർത്തന മൂലധന വായ്പകൾ സുഗമമാക്കാനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെരുവ് കച്ചവടക്കാർക്ക് വീണ്ടും ബിസിനസ് തുടങ്ങാൻ വായ്പ നൽകുന്നതിനായി 2020 ജൂൺ 1 പ്രധാനമന്ത്രി സ്വനിധി യോജന ആരംഭിച്ചത്. പ്രധാനമന്ത്രി സ്വനിധി വായ്പാ പദ്ധതിക്ക് സർക്കാർ സബ്സിഡി ലഭിക്കും. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ജോലി വീണ്ടും ആരംഭിക്കുന്നതിന് സർക്കാർ 10,000 രൂപ വായ്പ നൽകുന്നു. വായ്പയ്ക്ക് സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. വായ്പ തിരിച്ചടച്ചാൽ 2ാം തവണയും ഇരട്ടി തുക വായ്പയായി എടുക്കാം. ഗ്യാരണ്ടി ഇല്ലാതെ ലഭിക്കുന്ന വായ്പയാണ് പ്രധാനമന്ത്രി സ്വനിധി വായ്പ. പ്രധാനമന്ത്രി സ്വനിധി യോജനയ്ക്ക് കീഴിൽ ഒരാൾ ആദ്യമായി 10,000 രൂപ വായ്പയെടുത്തെന്നും അത് കൃത്യസമയത്ത് തിരിച്ചടച്ചുവെന്നും കരുതുക. അത്തരമൊരു സാഹചര്യത്തിൽ 2ാം തവണയും ഈ പദ്ധതി പ്രകാരം 20,000 രൂപ വായ്പയെടുക്കാം. അതുപോലെ 3ാം തവണയും അയാൾക്ക് 50,000 രൂപ വായ്പയ്ക്ക് അർഹതയുണ്ട്. ഈ സ്കീമിന് കീഴിൽ വായ്പയെടുക്കാൻ യാതൊരു ഗ്യാരണ്ടിയും നൽകേണ്ടതില്ല എന്നതാണ് പ്രത്യേകത.
അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോൺ തുക 3 തവണയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പ്രധാനമന്ത്രി സ്വനിധി വായ്പാ പദ്ധതിയുടെ തിരിച്ചടവ് കാലയളവ് എത്രയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി സ്വനിധി യോജനയ്ക്ക് കീഴിൽ എടുത്ത വായ്പാ തുക 1 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം. എല്ലാ മാസവും നിങ്ങൾക്ക് വായ്പാ തുക തവണകളായി തിരിച്ചടയ്ക്കാം. പ്രധാനമന്ത്രി സ്വനിധി സ്കീം പ്രയോജനപ്പെടുത്തുന്നതിന് അപേക്ഷകന് ആധാർ കാർഡ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമന്ത്രി സ്വനിധി വായ്പയ്ക്കായി അപേക്ഷിക്കേണ്ടത് എങ്ങനെ? പ്രധാനമന്ത്രി സ്വനിധി സ്കീമിന് കീഴിൽ ഏത് സർക്കാർ ബാങ്കിലും വായ്പയ്ക്ക് അപേക്ഷിക്കാം. ഒരു സർക്കാർ ബാങ്കിൽ പ്രധാനമന്ത്രി സ്വനിധി യോജനയുടെ ഫോം പൂരിപ്പിക്കുക. ഫോമിനൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി അറ്റാച്ച് ചെയ്യണം. ഇതിനുശേഷം നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ വായ്പയുടെ ആദ്യ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. വഴിയോര കച്ചവടക്കാർക്ക് ക്യാഷ് ബാക്ക് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ഈ പദ്ധതിയുടെ ബജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോൺ ഒരു ഭാരമാണെന്ന് കരുതുന്നവർക്ക് ലോൺ എടുത്ത് ജീവിതം കരിപ്പിടിപ്പിച്ച ഈ ദമ്പതികൾ ഒരു മാതൃകയാണ്. ലോൺ ഭാരമാകുന്നത് നമുക്ക് താങ്ങാവുന്നതിലും ഏറെ തുക വായ്പ എടുക്കുന്നത് കൊണ്ടും പല കാരണങ്ങളാൽ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നത് കൊണ്ടുമാണ്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ലോൺ ഒരു സഹായിയാണ്. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.